വേൾഡ് ഓഫ് ജുമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു വിഷുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം നമ്മൾ രമ ചേച്ചിയോട്. ചേച്ചി, ഇതിപ്പോൾ നിങ്ങളെങ്ങനെയാണ് കണി കാണുന്നത്? ഇത് മേടമാസം, അതായത് മലയാള മാസമാണ് മേടമാസം. ഞങ്ങളുടെ പുതുവർഷം എന്നാണ് അത് പറയുക. അപ്പോൾ ആ വർഷം തുടങ്ങുന്ന മേടസംക്രമം, പുലരിയാണ്. ആ സമയത്തെ സംക്രമത്തിൽ നമ്മൾ വിഷുക്കണി വെക്കും. അങ്ങനെ ചക്ക, മാങ്ങ, സ്വർണം, പിന്നെ കൃഷ്ണ വിഗ്രഹം, കുന്നപ്പൂവ് മെയിനാണ്. ഇതിൽ സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. പിന്നെ കോയിൻസ് വെക്കും, നോട്ടുകൾ വെക്കും, പിന്നെ ഏതൊക്കെ പച്ചക്കറികൾ വെക്കുമോ അതൊക്കെ വെക്കും. കൈപ്പയ്ക്ക മാത്രം വെക്കില്ല, കൈപ്പയ്ക്ക വെക്കാൻ പാടില്ല, കൈപ്പുളൊന്നും വെക്കാൻ പാടില്ല. നാളികേരം, പിന്നെ നാളികേരം പൊട്ടിച്ചിട്ട് അതിൽ മുറിയിൽ ഉണങ്ങല്ലരി ഇട്ട് വെച്ച് കത്തിക്കും. പിന്നെ അഷ്ടമംഗല്യം എന്ന് പറയും. 8 വസ്തുക്കളുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുള്ള ഒരു കഴുകുണ്ട്, അത് അഷ്ടമംഗല്യാണ്. അത് ഞങ്ങൾക്ക് എല്ലാത്തിനും വേണം, കല്യാണങ്ങളാണെങ്കിലും വേറെ ഏതൊരു ആഘോഷം വേണം. എന്നിട്ട് ഈ രാവിലെ പുലർച്ചെ 2:45 കണി കാണുക. നമ്മള് പറ നിറപ്പ് നെല്ല് കണ്ടില്ലേ? നിറ ഇതല്ലേ, ചെറിയ പറ. അരി വെക്കണം അല്ലേ? അരി, നെല്ല്, പിന്നെ പച്ചക്കറി വിത്തുകളൊക്കെ വെക്കുന്നവരുണ്ട്, ധാന്യങ്ങൾ വെക്കുന്നവരുണ്ട്. പച്ചക്കറി വിത്തുകൾ കൃഷിക്കാർ വെക്കും. പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയിട്ട് അവര് അത് നടും. ഈ ദിവസങ്ങളിൽ, ഈ വിഷു ദിവസം ഉണ്ടാവും ഒരു പക്ഷി വിത്തും കൈക്കോട്ടുന്ന, നാളെ രാവിലെ കേൾക്കാം. അപ്പൊ അത് കൊണ്ടുപോയിട്ട് ഈ വിത്തുകളും ഉഴുത് പാടത്ത് വിത്തെറിയണൊക്കെ ദിവസമാണ്. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആചാരം കൂടിയാണിത്. എന്നിട്ട് രാവിലെ 2 മണി, രാവിലെ 2:15 ടു 3:45 വരെയാണ് കണി ദർശനം. അപ്പോൾ രാവിലെ എണീറ്റ് കണ്ണ് പൊത്തി വന്നിട്ട് കിണ്ടിയിലെ വെള്ളം എടുത്ത് 2 കണ്ണ് നനച്ചിട്ട് വിളക്ക് കൊളുത്തി തിരിയിട്ട് നെയ്യ് കത്തിച്ചിട്ട് വിളക്ക് കൊളുത്തുക. വിളക്ക് കൊളുത്തി ചന്ദനത്തിരിയും കത്തിച്ചതിന്റെ ശേഷം പിന്നെ ഈ ഇതിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കാണണം. എല്ലാം പച്ചക്കറി, സ്വർണം, വെള്ളി, കൃഷ്ണ ഭഗവാൻ, കൊന്നപ്പൂവ്, കൊന്നപ്പൂവ് ഇങ്ങോട്ട് വെക്കാൻ കാണില്ലല്ലോ, അതെല്ലാം നമ്മൾ കണ്ടിട്ട് നമ്മളെ മുഖം ആ കണ്ണാടിയിൽ കാണണം. താഴെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിൽ നമ്മളെ മുഖവും കണ്ടിട്ട് നമ്മൾ ഇത് തൊഴുത് നമസ്കരിച്ച് ഇതൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോയി പ്രകൃതികൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക. സൂര്യഭഗവാനെ പിന്നെ ആ നേരത്തെ ഇല്ല, എന്നാലും പ്രകൃതിക്ക് ചെടികളെ, പൂക്കളെ, വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അവരെ തൊഴുത്തിലെ കൂട്ടിലൊക്കെ കൊണ്ടുപോയി കാണിക്കണം. അങ്ങനെ തിരിച്ചു കൊണ്ടെന്ന് വെച്ച് മുതിർന്ന ആളുകളാണ് വിഷു കൈനീട്ടം തരിക. അത് നമ്മൾ ഇതിന്ന് വെറ്റിലയും അടക്കയും ഓരോ കോയിനാണ് തരിക. ശരിക്കും നാണയങ്ങൾ, വെള്ളി രൂപ നാണയങ്ങൾ തരാൻ പാടുള്ളൂ. ഇപ്പൊക്കെ 500, 600 ഒക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും കോയിൻസ് ആണ് കൊടുക്കേണ്ടത്. അത് 1 രൂപ, പണ്ടൊക്കെ 25 പൈസ ആയിരുന്നു. ഇപ്പൊ ഒക്കെ വലിയ വലിയ നോട്ടുകളായി. അങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കുക അല്ലേ? എന്തായാലും താങ്ക്സ്. പിന്നെ ഇത് കത്തിച്ച് ഇവിടെ പൂത്തിരി കത്തിക്കണം, നെത്താപ്പ് കത്തിക്കണം. അത് കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കണം. ഇത് കണി വെച്ച ഉടനെ ഇതൊക്കെ നിർബന്ധമാണ്. ഉള്ളവരൊക്കെ ചെയ്യാം, ഇല്ലാത്തവർക്ക് ഉള്ളവർ സഹായിക്കാം. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കണം. ഉണ്ണിയപ്പം ഇപ്പോൾ വെക്കാൻ പാടില്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അത് രാവിലേക്ക് വെച്ച്, ഉണ്ണിയപ്പമാണ് അതിന് പ്രധാനം. ഉണ്ണിയപ്പം. ശരി.